शिट में इसके पीछे इसी का हाथ है। What the hell is going on in London? सुहाना 24 घंटों से गायब है। तेरे फोटो से उन्हें जो प्रूफ चाहिए। ഉലജ് അവലോകനം സ്പൈ ത്രില്ലർ ബുദ്ധിശക്തി കുറവാണ്. സുധാൻഷു സാരിയുടെ ഉലജ് തന്റെ പദവിയെക്കുറിച്ചുള്ള വാക്കുതർക്കങ്ങളെ നേരിടാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയാണ്. ശോഭയുള്ള ബഹുഭാഷാ ജിയോപൊളിറ്റിക്കൽ അവബോധമുള്ളവളായി കണക്കാക്കപ്പെടുന്നുവെങ്കിലും ജന്മനാ ഒരു അപകടം വഴി തനിക്ക് ലഭിച്ച അന്യായ നേട്ടങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ സുഹാന തുടക്കത്തിൽ കാര്യമായൊന്നും ചെയ്യുന്നില്ല. മൂന്നാം തലമുറയിലെ സിവിൽ സെർവന്റ് സുഹാന ജാൻവി കപൂർ യുണൈറ്റഡ് കിങ്ഡത്തിൽ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറായി നിയമിതയായി. സുഹാനയുടെ കുടുംബ ബന്ധങ്ങളുടെയും ലിംഗഭേദത്തിന്റെയും പേരിൽ സുഹാനയോടുള്ള അവഹേളനം അവൾ ആദ്യം ലഭ്യമായ അനുയോജ്യമല്ലാത്ത പുരുഷനുമായി ഇടപഴകുമ്പോൾ തെളിയിക്കപ്പെടുന്നു. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലറായിരുന്നുവെങ്കിൽ പരിപൂർണമായി മാറിയ സുഹാന എന്തിനാണ് ഹാർഡ്ലുക്കിലുള്ള നകുലുമായി ഗുൽഷൻ ദേവയ്യ ഇടപഴകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയേക്കാം. നകുൽ നിഴലായി കാണപ്പെടുന്നുണ്ടെങ്കിലും സുഹാനയുടെ മൂലയിൽ അലാറം ബെല്ലുകളൊന്നും മുഴങ്ങുന്നില്ല. അത് അവളെ രാജ്യത്തിന് ഭീഷണിയാകുന്ന ഒരു ഉലേജിലേക്കോ ഒരു കുരുക്കിലേക്കോ നയിക്കുന്നു. പാരമ്പര്യത്തിന്റെ ഭാരം. സുഹാനയുടെ പിതാവ് ധനരാജ് ആദിൽ ഹുസൈൻ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ്. നിഷ്കളങ്കരായ നയതന്ത്രജ്ഞനെ മെച്ചപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നു. റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് ഏജന്റുമാരായ ജേക്കബും മെയ്യങ് ചാങ് സെബിനും റോഷൻ മാത്യു സുഹാനയുടെ പ്രവർത്തനങ്ങൾ പാകിസ്ഥാനുമായുള്ള സുപ്രധാന സമാധാന പദ്ധതിയെ അപകടത്തിലാക്കാനുള്ള സാധ്യതയെ നേരിടാൻ മാത്രമേ കഴിയൂ. 134 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമ ലണ്ടനിലെ അവിശ്വസനീയതയിൽ കുമിഞ്ഞുകൂടുന്നു. അത് ഇന്ത്യയിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അല്പം സുഖം പ്രാപിക്കുന്നു. അതീവരഹസ്യമായ വിവരങ്ങൾ അടങ്ങിയ കമ്പ്യൂട്ടറുകൾ ആക്സസ് ചെയ്യാൻ കാത്തിരിക്കുന്നു. വളരെ വൈകും വരെ ആരും തടയാനില്ലാതെ സെൻസിറ്റീവ് സ്പോട്ടുകളിൽ നിന്ന് കഥാപാത്രങ്ങൾ പറന്നിറങ്ങുന്നു. സംഭവങ്ങൾ ബോളിവുഡിനെ ഹിപ്നോട്ടിസ് ചെയ്ത എഫ്വാക്കിലേക്ക് നയിക്കുന്നു. കൂടുതൽ സാഹസികതകളിൽ കൂടുതൽ തെറ്റായ സാഹസികതകൾ സുഹാനയെ അവതരിപ്പിക്കുന്ന ഒരു ചാര ഫ്രാഞ്ചൈസി നിർമ്മാണത്തിലാണെന്ന് തോന്നുന്നു. സംശയാസ്പദമായ തിരഞ്ഞെടുപ്പുകൾക്കിടയിലും സുഹാനയെ സഹാനുഭൂതിക്ക് യോഗ്യയാക്കാൻ ജാൻവി കപൂർ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നു. ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന കൺപീലികളും പുരികം ഉയർത്തുന്ന വഞ്ചനയും കൊണ്ട് പ്രത്യക്ഷമായ ഗ്ലാമായി അവതരിപ്പിക്കപ്പെട്ട കപൂറിന്റെ സുഹാന രസകരമായ ഒരു ആന്തരിക ജീവിതത്തിന്റെ അഭാവം തികഞ്ഞ ശാരീരിക പ്രവർത്തനങ്ങളിലൂടെ നികത്തുന്നു. സിനിമയുടെ അവസാന ഭാഗത്ത് കപൂർ അവളുടെ സ്വന്തം വേഷത്തിലേക്ക് വരുന്നു. യാത്ര ദുഷ്കരമാകുമ്പോൾ ഒടുവിൽ സുഹാന പോകുന്നു, ദിവസം അല്പം വൈകിയാണെങ്കിലും. പാഴായ അഭിനേതാക്കളുടെ പട്ടികയിൽ മെയാൻ ചാങ്ങാണ് മുന്നിൽ. റോഷൻ മാത്യു മലയാളത്തിൽ നിന്ന് വ്യഭിചരിക്കുന്നതിനൊപ്പം എല്ലാ സമയത്തും തിരക്കിലാണ്. पूरा का पूरा शेर खा जाएगी।